ആത്മാർത്ഥമായ അപേക്ഷകൾക്ക് പോലും ദൈവത്തിൽ നിന്ന് മറുപടി ലഭിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന നിരാശ ഭയങ്കരമാണ്. അതിനെ എങ്ങനെ അതിജീവിക്കാം? അതുതന്നെ നമുക്കിന്ന് ചിന്തിക്കാം. സത്യസന്ധമായി ദൈവത്തെ വിളിക്കുകയും ദൈവത്തിനായി വാഞ്ചിച്ച് അവിടുത്തെ സഹായത്തിനായി കരഞ്ഞിട്ടും അവിടുത്തെ ഒരു പ്രതികരണവും കാണാതെ വരുമ്പോൾ എത്ര വേദനയായിരിക്കുമില്ലേ? മുറിവിൽ കുത്തി നോവിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന കുറേ ആളുകളും കൂടി ഉണ്ടെങ്കിൽ പിന്നെ വേദനയുടെ ആഴം പറയേണ്ടതില്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിരാശയും ആകെ പതറി നിൽക്കുന്ന അനുഭവവും സ്വാഭാവികമാണ്. ഈ പറഞ്ഞതുപോലെയുള്ള പ്രതിസന്ധിയിൽ സങ്കീർത്തനക്കാരൻ ഒരു പ്രതിവിധി കണ്ടെത്തിയതാണ് 42-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത്. അവൻ ദൈവം അതുവരെ നൽകിയ അനുഗ്രഹങ്ങളെ ധ്യാനിക്കുവാൻ ആരംഭിച്ചു. ദൈവം നിശബ്ദനായിരുന്നാലും ദൈവം തന്നോട് കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് സങ്കീർത്തനക്കാരനെ ശക്തിപ്പെടുത്തി. ദൈവത്തിൻ്റെ സ്നേഹത്തെ കൊട്ടിഘോഷിക്കുന്ന സൃഷ്ടിയിലേക്ക് സങ്കീർത്തനക്കാരൻ നോക്കി. 42-ാം സങ്കീർത്തനം ഹൃദയത്തിന് കുളിർമ നൽകുന്ന ഒരു അനുഗ്രഹമാകുന്നു. നമ്മുടെ ജീവിതത്തിലും ദൈവം ഉത്തരം നൽകാതെ നിശബ്ദം ആയിപ്പോയി എന്ന് തോന്നിയാൽ സങ്കീർത്തനക്കാരൻ ചെയ്തതുപോലെ നമുക്കും ഇതുവരെ നാം അനുഭവിച്ച അനുഗ്രഹങ്ങളെ തിരിഞ്ഞ് ചിന്തിച്ച് ദൈവത്തിന് എണ്ണി എണ്ണി നന്ദി പറയുവാൻ കഴിയണം. അത് നമ്മെ കൂടുതൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ ശക്തരാക്കും. ഇന്ന് നാം 41, 42, 43 സങ്കീർത്തനങ്ങളാണ് പഠിക്കുവാൻ പോകുന്നത്. കോരഹപുത്രന്മാർ എഴുതിയ സങ്കീർത്തനങ്ങളാണിവ എന്ന് അതിൻ്റെ ശീർഷകത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. എടുത്താട്ട് 41-ാം സങ്കീർത്തനം. ഈ 3 സങ്കീർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിലേറെ അനുഗ്രഹത്തിന് മുഖാന്തരമാകുവാൻ പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാട്ടെ. നാൽപ്പതാം സങ്കീർത്തനം വരെയാണല്ലോ നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞത്. കാത്തിരിപ്പിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് 40-ാം സങ്കീർത്തനം ആരംഭിക്കുന്നത് എന്ന് നാം കണ്ടു. 2 മശിഹാ സങ്കീർത്തനങ്ങളായ 40-ഉം 41-ഉം സങ്കീർത്തനങ്ങളോടെ സങ്കീർത്തന പുസ്തകത്തിലെ ഉൽപ്പത്തി ഭാഗം അവസാനിക്കുകയാകുന്നു. പുതിയ നിയമത്തിൽ മശിഹായെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഭാഗം ഈ സങ്കീർത്തനങ്ങളിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുള്ളതിനാൽ അവ മശിഹാ സങ്കീർത്തനങ്ങളാകുന്നു. നാം 40-ാം സങ്കീർത്തനം കണ്ടു കഴിഞ്ഞാൽ 41-ാം സങ്കീർത്തനത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ യൂദ കർത്താവിനെ തള്ളിപ്പറയുന്നതിനെക്കുറിച്ച് അറിയിക്കുന്ന ഒരു മശിഹാ സങ്കീർത്തനമായിട്ട് നമുക്കിത് കാണുവാൻ സാധിക്കും. തൻ്റെ വിശ്വസ്ത ആലോചനക്കാരനായിരുന്ന അഹീതോഫേൽ ദാവീദിനെ തള്ളിപ്പറഞ്ഞപ്പോഴായിരിക്കാം ദാവീദ് ഈ മശിഹാ സങ്കീർത്തനം എഴുതിയത്. തൻ്റെ പിതാവായ ദാവീദിനെതിരെ അബ്ശാലോം ശത്രുത ആരംഭിച്ചപ്പോൾ അഹീതോഫേൽ അബ്ശാലോമിൻ്റെ പക്ഷത്ത് ചേർന്നു എന്ന് നാം കാണുന്നു. അവസാനം അഹീതോഫേൽ കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത് എന്ന് 2 ശമൂവേൽ 17:23 നാം വായിക്കുന്നുണ്ട്. അഹീതോഫേൽ ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ ഇസ്കറിയോത്ത യൂദയെയാണ് ചിത്രീകരിക്കുന്നത്. ഒരു ഭാഗ്യവചനത്തോടെയാണ് ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത്. ഞാൻ വായിക്കട്ടെ. എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ, അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. ഈ സങ്കീർത്തനത്തിൻ്റെ ആരംഭത്തിലും ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന അവസാനത്തിലും പറഞ്ഞിരിക്കുന്നു. ഭാഗ്യവാൻ എന്നതിൻ്റെ അർത്ഥം സന്തോഷവാൻ, അനുഗ്രഹീതൻ എന്നൊക്കെയാണ്. അങ്ങനെ സങ്കീർത്തനങ്ങളുടെ ഉൽപ്പത്തി ഭാഗം, അതായത് 1 മുതൽ 41 വരെയുള്ള സങ്കീർത്തനങ്ങൾ ഭാഗ്യാവസ്ഥ സൂചിപ്പിച്ചുകൊണ്ട് ആരംഭിക്കുകയും അവസാനിക്കുകയും ചെയ്യുന്നു. ഞാൻ ഇനിയും 41-ാം സങ്കീർത്തനത്തിൻ്റെ 9-ാം വാക്യം ഒന്ന് വായിക്കട്ടെ. ഞാൻ വിശ്വസിച്ചവനും എൻ്റെ അപ്പം തിന്നവനുമായ എൻ്റെ പ്രാണസ്നേഹിതൻ പോലും എൻ്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ ഈ വാക്യം യൂദയെ സൂചിപ്പിച്ചുകൊണ്ട് ഉദ്ധരിച്ചിട്ടുണ്ട്. നിങ്ങളെ എല്ലാവരെയും കുറിച്ച് പറയുന്നില്ല,
ഞാൻ തിരഞ്ഞെടുത്തവരെ ഞാൻ അറിയുന്നു, എന്നാൽ എൻ്റെ അപ്പം തിന്നവൻ എൻ്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു എന്ന് ഉള്ള തിരുവെഴുത്തിന് നിവൃത്തി വരേണ്ടതാകുന്നു. യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത യൂദായിൽ ഈ വാക്യം നിവൃത്തിയായി. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ പത്രോസ് ഇതിനെ സൂചിപ്പിച്ചിട്ടുണ്ട്. അവിടെ നാം വായിക്കുന്നു, അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം: സഹോദരന്മാരായ പുരുഷന്മാരെ, യേശുവിനെ പിടിച്ചവർക്ക് വഴികാട്ടിയായി തീർന്ന യൂദായെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ദാവീദ് മുഖാന്തരം മുൻപറഞ്ഞ തിരുവെഴുത്ത് നിവൃത്തി വരുവാൻ ആവശ്യമായിരുന്നു. ഇവിടെ യൂദായെയാകുന്നു ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. 10-ാം വാക്യം നോക്കിക്കാട്ടെ. 41-ാം സങ്കീർത്തനത്തിൻ്റെ 10-ാം വാക്യം: ഞാൻ അവർക്ക് പകരം ചെയ്യേണ്ടതിന് യഹോവേ കൃപ തോന്നി എന്നെ എഴുന്നേൽപ്പിക്കണമേ. ഈ വാക്യം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ സൂചിപ്പിക്കുന്നു. അവർക്ക് പകരം ചെയ്യേണ്ടതിന് കർത്താവെ എന്നെ എഴുന്നേൽപ്പിക്കണമേ എന്ന്. ഈ സങ്കീർത്തനങ്ങളിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണത്തെയും ഉയർത്തെഴുന്നേൽപ്പിനെയും കുറിച്ച് നാം കാണുന്നു. യേശുക്രിസ്തുവിൻ്റെ മരണവും ഉയർത്തെഴുന്നേൽപ്പും ഒരുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും, അതെ, മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്കാവശ്യമായിരുന്നു. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ സുവിശേഷത്തെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, കേഫാവിനും പിന്നെ 12 പേർക്കും പ്രത്യക്ഷനായി. യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് കൂടാതെ സുവിശേഷമില്ല. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷമെന്ന് 2 തിമോത്തിയോസ് 2-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. യേശുക്രിസ്തുവിനെക്കുറിച്ച് ഓരോരുത്തർക്കും ഓരോ വിധത്തിലുള്ള അഭിപ്രായമാണുള്ളത്. യേശു തൻ്റെ ശിഷ്യന്മാരോട് ഇപ്രകാരം ചോദിച്ചു. യേശു ഫിലിപ്പിൻ്റെ കൈസരുടെ പ്രദേശത്തെത്തിയ ശേഷം തൻ്റെ ശിഷ്യന്മാരോട് ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു. ചിലർ യോഹന്നാൻ സ്നാപകനെന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ ഇരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നു എന്നവർ പറഞ്ഞു. നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്നവൻ ചോദിച്ചതിന് ശിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്നുത്തരം പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ക്രിസ്തുവിനെക്കുറിച്ചുള്ള താങ്കളുടെ അഭിപ്രായം എന്താകുന്നു? ചിലർ യേശുവിനെ ക്രൂശിലോ കല്ലറയിലോ മാത്രം കാണുന്നു. ചിലർ അവൻ്റെ ധാർമ്മിക ഉപദേശങ്ങൾ മാത്രം പരിഗണിക്കുന്നു. വേറെ ചിലർ അവൻ്റെ അത്ഭുത പ്രവൃത്തികളെ മാത്രം ധ്യാനിക്കുന്നു. എന്നാൽ ഈ പറഞ്ഞതല്ല സുവിശേഷം. യേശു ശവക്കല്ലറയെ വിട്ട് ഉയർത്തെഴുന്നേറ്റ് അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്നുള്ളത്, അതാണ് പ്രധാനപ്പെട്ട സംഗതി. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് നമുക്ക് ഇന്ന് പറയുവാൻ കഴിയും. 13-ാം വാക്യം നോക്കിക്കാട്ടെ. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ, ആമേൻ. 2 ആമേൻ ഈ വാക്യത്തിൻ്റെ അവസാനത്തിൽ നാം കാണുന്നുണ്ട്. ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു. ഇന്നവൻ ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നത് കൊണ്ട് നമ്മുടെ രക്ഷയ്ക്കാവശ്യമായത് മുഴുവൻ ദൈവം ചെയ്തു തീർത്തു എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയുവാൻ സാധിക്കും. ആമേൻ, ആമേൻ എന്നതിൽ സൂചിപ്പിക്കുന്നത് അതാണ്. നമ്മുടെ രക്ഷയ്ക്കാവശ്യമായ പ്രവൃത്തി ക്രിസ്തു പൂർണ്ണമായി നിവർത്തിച്ചു. അതിനോടുകൂടി താങ്കൾ എന്തെങ്കിലും കൂടി കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ല. എന്നാൽ സുവിശേഷത്തിൽ നിന്ന് ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ എടുത്തു മാറ്റുക നമ്മെക്കൊണ്ട് ഒരിക്കലും സാധ്യമല്ല. അങ്ങനെ ചെയ്താൽ അത് സുവിശേഷമല്ല. ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കൂടാതെ സുവിശേഷം ഇല്ല എന്ന് നാം ഓർക്കണം. ഇനി നാം 42-ാം സങ്കീർത്തനത്തിലേക്ക് വരികയാണ്. 42 മുതൽ 72 വരെയുള്ള സങ്കീർത്തനങ്ങൾ ഈ പുസ്തകത്തിൻ്റെ പുറപ്പാട് ഭാഗമാണ്. മനസ്സിലായല്ലോ? പഞ്ചഗ്രന്ഥങ്ങളെ ഈ പുസ്തകത്തിൽ നാം ചെലുത്തിയാൽ ആദ്യം ഉൽപ്പത്തി, പിന്നെ പുറപ്പാട്. പുറപ്പാട് പുസ്തകത്തിലെ പോലെ ഈ ഭാഗത്തും ദൈവജനത്തെ ഒരു അപരിചിത ദേശത്ത് നാം കാണുന്നു. വാഗ്ദത്ത ദേശത്തു നിന്ന് അകലെ കഷ്ടത അനുഭവിക്കുന്ന ജനം. അവരുടെ നിലവിളിയും ചാട്ടവാർ കൊണ്ടുള്ള അടിയുടെ ശബ്ദവും താങ്കൾക്ക് കേൾക്കുവാൻ കഴിയും. അവരുടെ കഷ്ടത കുറയുകയല്ല, വർദ്ധിച്ചു വരികയാണ്. അവസാനം ഇസ്രായേലിൻ്റെ നിലവിളിയും ഞരക്കവും ദൈവം കേട്ടു. കഷ്ടത അനുഭവിക്കുന്ന തൻ്റെ ജനത്തിനു വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നു. അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ദൈവം ചെയ്ത നിയമം അവൻ നിറവേറ്റുന്നു.
തുടർന്ന് ദൈവം അവരെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവരുന്നു. ഉദാഹരണത്തിന് ആദ്യത്തെ 7 സങ്കീർത്തനങ്ങളിൽ, അതായത് 42 മുതൽ 48 വരെയുള്ള സങ്കീർത്തനങ്ങളിൽ പുറപ്പാട് പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ അവർ എപ്രകാരമായിരുന്നോ അതേ അവസ്ഥയാണ് നാം കാണുന്നത്. എന്നാൽ ഈ സങ്കീർത്തനങ്ങൾ ഭൂതകാലത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയല്ല, അവ ഭാവിയിലേക്ക് നോക്കുകയത്രേ ചെയ്യുന്നത്. ഭാവിയിൽ ഇസ്രായേലിലെ ശേഷിപ്പിന് വരാനിരിക്കുന്ന അനുഭവങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇസ്രായേൽ ജനം പണ്ട് മിസ്രൈമിൽ ആയിരുന്നതുപോലെ തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ വിശുദ്ധ സ്ഥലമായ യെരുശലേമിൽ നിന്ന് അകലപ്പെട്ടവരായി, യഹോവയുമായി ബന്ധമില്ലാത്തവരായി നാം കാണുന്നു. സങ്കീർത്തനങ്ങളിലെ ഈ ഉൽപ്പത്തി ഭാഗത്തിലും പുറപ്പാട് ഭാഗത്തിലും ദൈവത്തിൻ്റെ നാമങ്ങളിൽ ഒരു വ്യക്തമായ വ്യത്യാസം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ശ്രദ്ധേയമാണ്. ഉൽപ്പത്തി ഭാഗത്തിൽ യഹോവ എന്ന പേര് 272 പ്രാവശ്യം കാണുന്നുണ്ട്. അതെ, 1 മുതൽ 41 വരെയുള്ള സങ്കീർത്തനങ്ങളിൽ. എന്നാൽ എലോഹീം എന്ന പേര് വെറും 15 പ്രാവശ്യം മാത്രമേ ഉള്ളൂ. പുറപ്പാട് ഭാഗത്ത്, അതായത് 42 മുതൽ 72 വരെയുള്ള സങ്കീർത്തനങ്ങളിൽ എലോഹീം 164 പ്രാവശ്യമുള്ളപ്പോൾ യഹോവ എന്ന പേര് 30 പ്രാവശ്യം മാത്രമേ കാണുന്നുള്ളൂ. എന്താണ് ഇതിൻ്റെ പ്രസക്തി? ദൈവത്തെക്കുറിച്ച് പറയുന്ന ഈ 2 പേരുകൾക്ക് വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങളാണുള്ളത്. എലോഹീം ദൈവത്തിൻ്റെ ദൈവിക ശക്തിയുടെ നിറവിനെ കുറിക്കുന്നതാണ്. ഞാൻ വീണ്ടും പറയട്ടെ, എലോഹീം ദൈവത്തിൻ്റെ ദൈവിക ശക്തിയുടെ നിറവിനെ കുറിക്കുന്നതാണ്. യഹോവ എന്ന പേര് വീണ്ടെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. യഹോവ ആകുന്നു ഇസ്രായേലിനെ കാത്തു സൂക്ഷിക്കുന്നവൻ. ആദ്യത്തെ ഭാഗത്തേതുപോലെ ഇവിടെ കൂടുതൽ സങ്കീർത്തനങ്ങൾ ദാവീദിൻ്റേതല്ല. 19 സങ്കീർത്തനങ്ങൾ ദാവീദും 7 കോരഹ് പുത്രന്മാർ രചിച്ചവയുമാണ്. ലേവ്യ കുടുംബത്തോട് ബന്ധപ്പെട്ടവരായിരുന്നു കോരഹ് പുത്രന്മാർ. ഈ ഭാഗത്തെ സങ്കീർത്തനങ്ങളെല്ലാം അവസാന നാളുകളിൽ ഇസ്രായേലിന് വരുവാനിരിക്കുന്ന അവസ്ഥയാണ് ചിത്രീകരിക്കുന്നത്. 42 മുതൽ 44 വരെയുള്ള സങ്കീർത്തനങ്ങളിൽ ഇസ്രായേൽ മക്കളെ നാം മിസ്രൈമിൽ കാണുന്നു. ഫറവോനാണ് അവരെ ഭരിക്കുന്നത്. 43 സങ്കീർത്തനം എതിർ ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നു. ശത്രുവിൻ്റെ പീഡനം ഹേതുവായി ഇസ്രായേൽ മക്കൾ നിലവിളിക്കുന്നു. തങ്ങളുടെ വിടുതലിനായി അവർ ദൈവത്തോട് നിലവിളിക്കുകയും അവർക്ക് വിടുതൽ ലഭിക്കുകയും ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ഭരണം നടത്തുവാൻ വരുന്നതിനെ സൂചിപ്പിക്കുന്ന സങ്കീർത്തനമാണ് 45 സങ്കീർത്തനം. ഈ സങ്കീർത്തനങ്ങൾ ഒന്നാമതായി ഇസ്രായേൽ ജനത്തെ കുറിക്കുന്നു. ഈ കാര്യം നാം എപ്പോഴും ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. അവയിൽ പലതും ഇന്ന് നമ്മുടെ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായിരിക്കുന്നു എന്നത് വാസ്തവം തന്നെ. കഷ്ടതയിലായിരിക്കുന്ന ദൈവജനത്തിന് അവയിൽ നിന്ന് ആശ്വാസം കണ്ടെത്തുവാൻ കഴിയും. ഒരു കാര്യം നാം പ്രത്യേകം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. സങ്കീർത്തനക്കാരൻ ഇസ്രായേലിനെക്കുറിച്ച് പറയുമ്പോൾ ഇസ്രായേൽ ജാതിയെ മുഴുവനായിട്ടല്ല അവൻ സൂചിപ്പിക്കുന്നത്. സഭ എന്ന വാക്കിലും ഈ സംഗതി നാം കാണുന്നു. എല്ലാ സംഘടനകളിലുമുള്ള എല്ലാ അംഗങ്ങളും ഉൾപ്പെടുന്ന സഭയെക്കുറിച്ചാണോ ദൈവവചനത്തിൽ സഭ എന്നതിൽ കൂടി ഉദ്ദേശിക്കുന്നത്? അല്ല. കർത്താവായ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച വിശ്വാസികളുടെ കൂട്ടമാണ് സഭ. ഒരു കാണപ്പെടുന്ന സഭയിൽ അംഗത്വം എടുത്തതുകൊണ്ടോ ചില ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടോ ഒരു വ്യക്തി ക്രിസ്തുവിൻ്റെ സഭയിലെ അംഗമായി തീരുന്നില്ല. കർത്താവായ യേശു ക്രിസ്തുവുമായി ആളത്വപരമായ ബന്ധമുണ്ടെങ്കിൽ മാത്രമേ താങ്കൾ യഥാർത്ഥ സഭയുടെ അംഗമായി തീരുകയുള്ളൂ. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. ഇസ്രായേലിലെ ശേഷിപ്പ് എന്ന് പറയുന്നത് ഇസ്രായേൽ ജാതിയെ മുഴുവനായി സൂചിപ്പിക്കുന്നില്ല. സങ്കീർത്തനങ്ങളുടെ പുറപ്പാട് ഭാഗമായ ഈ സങ്കീർത്തനങ്ങളിൽ ഇസ്രായേലിലെ വിശ്വാസികളായ ശേഷിപ്പിനെയാണ്, ദൈവത്തെ അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന ആ കൂട്ടത്തെയാണ് നാം കാണുന്നത്. ദൈവഭയമുള്ള ശേഷിപ്പിൻ്റെ നിലവിളിയാണ് ഈ 42 സങ്കീർത്തനത്തിലെ വിഷയം. മഹാപീഡന കാലത്ത് ഇസ്രായേലിലെ ദൈവഭയമുള്ള ശേഷിപ്പിന് വരാൻ പോകുന്ന കഷ്ടതകളാണ് ഈ സങ്കീർത്തനത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്.
ഇസ്രായേൽ ജനം മിസ്രൈമിലായിരുന്നപ്പോൾ ദൈവം അവരെ ആദ്യം രക്തം മൂലം വീണ്ടെടുത്തു. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ നാം അത് കാണുന്നു. ദൈവത്തെ വിശ്വസിച്ചവർ തങ്ങളുടെ വീടിൻ്റെ കട്ടിളപ്പടിമേൽ പെസഹാ കുഞ്ഞാടിൻ്റെ രക്തം തളിച്ചു. രാത്രിയിൽ സംഹാരദൂതൻ കടന്നുപോയി. രക്തം തളിക്കപ്പെട്ടിരുന്ന വീടുകളിൽ ആരും മരിച്ചില്ല. രക്തത്താലുള്ള വീണ്ടെടുപ്പായിരുന്നു അത്. വീണ്ടെടുപ്പിൻ്റെ രണ്ടാമത്തെ പടി ചെങ്കടലിൻ്റെ സ്ഥാനത്താണ് നാം കാണുന്നത്. അവിടെ വീണ്ടെടുപ്പ് ശക്തിയാലുള്ള വീണ്ടെടുപ്പായിരുന്നു. സംഗീത പ്രമാണിക്ക് കോരഹ് പുത്രന്മാരുടെ ഒരു ധ്യാനം എന്നാണ് 42-ാം സങ്കീർത്തനത്തിൻ്റെ തലക്കെട്ട്. ഇസ്രായേൽ മരുഭൂമിയിൽ കൂടി ഉഴന്നു നടന്ന കാലയളവിൽ കോരഹ് ഒരു കലഹത്തിന് നേതൃത്വം കൊടുത്ത കാര്യം ഓർമ്മിക്കുക. മോശയുടെയും അഹ്റോൻ്റെയും അധികാരത്തെ മറുത്ത് കലഹിച്ചതിനാൽ ദൈവം അവരെ കൊന്നുകളഞ്ഞു. എന്നാൽ അവൻ്റെ പുത്രന്മാരെ ജീവനോടെ ശേഷിപ്പിച്ചു. ദൈവന്യായവിധിയിൽ അവർ മരിക്കാതെ ദൈവ ശുശ്രൂഷയിൽ അവർ മുമ്പോട്ട് പോയതായി ദൈവം വ്യക്തമാക്കിയിരിക്കുന്നു. പുറപ്പാട് പുസ്തകം 26-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നാം അത് കാണുന്നു. ഈ ഭാഗത്തെ ആദ്യത്തെ ഏതാനും സങ്കീർത്തനങ്ങൾ എഴുതിയത് കോരഹ് പുത്രന്മാരാകുന്നു എന്നത് മനോഹരമായ കാര്യമത്രേ. പ്രവചനപരമായി ഇത് മഹാപീഡന കാലത്തിൻ്റെ ഒരു ചിത്രമാണ് നമുക്ക് നൽകുന്നത്. 42-ാം സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കട്ടെ. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാനിടയാകും. ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ ദൈവിക ശേഷിപ്പിന് ദൈവത്തിന് വേണ്ടിയുള്ളൊരു താല്പര്യമുണ്ട്. എല്ലാ കാലത്തുമുള്ള ദൈവജനത്തിന് ദൈവത്തോട് താല്പര്യമുണ്ട് എന്നതത്രേ വാസ്തവം. അവർ ദാവീദിൻ്റെ ചിത്രമാണ് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുന്നത്. താഴ്വരയിലേക്ക് നോക്കിക്കൊണ്ട് ഗുഹയിൽ ഒളിച്ചിരിക്കുന്ന ദാവീദിന് ഈ വാക്കുകൾ പറയുവാൻ കഴിയുമായിരുന്നു എന്നത്ര ഞാൻ വിശ്വസിക്കുന്നത്. അവന് വേട്ടക്കാരുടെ ശബ്ദവും നായ്ക്കളുടെ ശബ്ദവും കുറ്റിക്കാടുകൾ ചലിക്കുന്നതുമെല്ലാം കാണാമായിരുന്നു. ദാവീദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കാവൽക്കാർ ശ്രദ്ധേയരായിത്തീരുന്നു. ഗുഹയുടെ മുമ്പിൽ കൂടി ഒരു അരുവി ഒഴുകുന്നുണ്ടായിരുന്നു. പെട്ടെന്നിതാ ഒരു മാൻ അരുവിയുടെ അരികിൽ വന്ന് അതിൽ നിന്ന് ആകാംക്ഷയോടെ വെള്ളം കുടിച്ചു. വെള്ളം കുടിച്ച് അതിൻ്റെ ദാഹം തീർക്കുന്നു. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുവാൻ കഴിയുമായിരുന്നു: മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു എന്ന്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഈ പറഞ്ഞ വിധത്തിലാണോ താങ്കൾ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്? മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകലപ്പെട്ടവനാണ്. അവൻ്റെ പാപമാണ് മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റിയിരിക്കുന്നത്. നാം ദൈവത്തോട് ശത്രുതയിലാണ് ജീവിക്കുന്നത്. നമുക്ക് ദൈവത്തോട് അടുക്കുവാനുള്ള താല്പര്യമല്ല സ്വതവേ ഉള്ളത്. അതുകൊണ്ട് നാം വീണ്ടും ജനിക്കേണ്ടത് ആവശ്യമാണ്. വേദപുസ്തകത്തിലെ ഒരു വാക്യമെന്ന വണ്ണമല്ല, പിന്നെയോ നമ്മുടെ ഹൃദയാന്തർഭാഗത്ത് നിന്ന് ഇപ്രകാരം പറയുവാനിടയാകണം: മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. ഇത് ഇന്ന് ദൈവജനത്തിൻ്റെ അനുഭവമായി തീർന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. 3-ാം വാക്യത്തിൽ നാം കാണുന്നു: നിന്റെ ദൈവം എവിടെയെന്ന് അവർ എന്നോട് നിത്യം പറയുന്നത് കൊണ്ട് എൻ്റെ കണ്ണുനീർ രാവും പകലും എൻ്റെ ആഹാരമായി തീരുന്നു. മിസ്രൈമിലെ ഇഷ്ടിക കളങ്ങളിൽ വളരെയധികം കണ്ണുനീരും മുറവിളിയും ഉണ്ടായിരുന്നു. മഹാപീഡന കാലത്തെ സ്ഥിതിയും അതുതന്നെയായിരിക്കും. നിന്റെ ദൈവം എവിടെ? മശിഹ എപ്പോഴാണ് വരുന്നത് എന്നീ ചോദ്യങ്ങൾ അന്ന് കേൾക്കുവാനിടയാകും. നാം 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, എൻ്റെ ആത്മാവെ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വെക്കുക. അവൻ എൻ്റെ മുഖപ്രകാശരക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. തൻ്റെ നിരാശയെയും സഹതാപത്തെയും താൻ തന്നെ ശകാരിക്കുകയും ദൈവത്തിൽ ആശ്രയം വയ്ക്കുവാനായി പ്രോത്സാഹിപ്പിക്കുകയുമാണ് ഇവിടെ ചെയ്യുന്നത്. 6-7 വാക്യങ്ങളിൽ, എൻ്റെ ദൈവമേ, എൻ്റെ ആത്മാവ് എന്നിൽ വിഷാദിച്ചിരിക്കുന്നു. അതുകൊണ്ട് യോർദാൻ പ്രദേശത്തും ഹെർമോൻ പർവ്വതങ്ങളിലും മീസാർ മലയിലും വെച്ച് ഞാൻ നിന്നെ ഓർക്കുന്നു. യോന തൻ്റെ പ്രാർത്ഥനയിൽ ഉപയോഗിച്ച ഭാഷയും ഇതുതന്നെയാണ്. നീ എന്നെ സമുദ്രമധ്യേ ആഴത്തിലിട്ട് കളഞ്ഞു, പ്രവാഹം എന്നെ ചുറ്റി, നിന്റെ ഓളങ്ങളും തിരമാലകളും എല്ലാം എൻ്റെ മീതെ കടന്നുപോയി. യോന മരണത്തിൻ്റെ പിടിയിലേക്ക് താണുപോയി. മഹാപീഡന കാലത്ത് തങ്ങൾക്ക് നാശം വന്നിരിക്കുന്നു എന്ന് ഇസ്രായേൽ ചിന്തിക്കും. എന്നാൽ ദൈവം അവരെ വിടുവിക്കും. 8-9 വാക്യങ്ങൾ, യഹോവ പകൽ നേരത്ത് തൻ്റെ ദയ കൽപ്പിക്കും,
രാത്രി സമയത്ത് ഞാൻ അവന് പാട്ട് പാടിക്കൊണ്ടിരിക്കും. എൻ്റെ ജീവൻ്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന തന്നെ. 9-ാം വാക്യം, നീ എന്നെ മറന്നതെന്ത്? ശത്രുവിൻ്റെ ഉപദ്രവം ഹേതുവായി ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വന്നതുമെന്ത് എന്ന് ഞാൻ എൻ്റെ പാറയായ ദൈവത്തോട് പറയും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, എപ്പോഴെങ്കിലും താങ്കൾ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ദൈവമേ, നീ എന്നെ മറന്നു കളഞ്ഞത് എന്തെന്ന്? ചില സന്ദർഭങ്ങളിൽ നമ്മൾ പലരും ഇതുതന്നെ ചോദിച്ചു പോയിട്ടുണ്ടല്ലേ? അതെ, ദൈവമേ, നീ എന്നെ അങ്ങ് മറന്നു. എത്ര ഹൃദയഭേദകമായിട്ടുള്ള അവസ്ഥ. എന്നാൽ അതിൻ്റെ മധ്യത്തിലും ദൈവത്തിൽ ആശ്രയിക്കുവാൻ സാധിക്കുന്ന ഒരു ദൈവപൈതൽ. 10-11 വാക്യങ്ങൾ, നിന്റെ ദൈവം എവിടെയെന്ന് എൻ്റെ ശത്രുക്കൾ ഇടവിടാതെ എന്നോട് പറഞ്ഞുകൊണ്ട് എൻ്റെ അസ്ഥികളെ തകർക്കും വണ്ണം എന്നെ നിന്ദിക്കുന്നു. എൻ്റെ ആത്മാവെ, നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വെക്കുക. അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. തൻ്റെ നിസ്സഹായ അവസ്ഥയിൽ സങ്കീർത്തനക്കാരൻ ദൈവത്തെങ്കിലേക്ക് തിരിയുന്നു. അതുപോലെ ഇസ്രായേലിലെ ശേഷിപ്പും അവരുടെ ദയനീയ അവസ്ഥയിൽ ദൈവത്തെങ്കിലേക്ക് തിരിയും. കിഴക്ക് നിന്നോ പടിഞ്ഞാറ് നിന്നോ വടക്ക് നിന്നോ തെക്ക് നിന്നോ സഹായം ലഭിക്കുകയില്ല. എൻ്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച യഹോവയിങ്കൽ നിന്ന് വരുന്നു എന്നത്ര സങ്കീർത്തനക്കാരൻ പാടിയത്. ഇനി നമുക്ക് 43-ാം സങ്കീർത്തനം കൂടി നോക്കാം. 43-ാം സങ്കീർത്തനം 42-ാം സങ്കീർത്തനത്തിനോട് അടുത്ത ബന്ധമുള്ള ഒന്നാണ്. താങ്കൾക്ക് വേണ്ടി പ്രവർത്തിക്കണമേ എന്ന് ദൈവത്തോട് താങ്കൾ പ്രാർത്ഥിക്കാറില്ലേ? ഇവിടെ ഇതാ, തങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമേ എന്ന് ദൈവിക ശേഷിപ്പ് ദൈവത്തോട് നിലവിളിക്കുന്നതാണ് 43-ാം സങ്കീർത്തനത്തിലെ വിഷയം. 1-ാം വാക്യം, ദൈവമേ, എനിക്ക് ന്യായം പാലിച്ചു തരണമേ. ഭക്തികെട്ട ജാതിയോട് എൻ്റെ വ്യവഹാരം നടത്തണമേ. വഞ്ചനയും അനീതിയുമുള്ള മനുഷ്യങ്കിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. ഇസ്രായേലിലെ ശേഷിപ്പാണ് ഇവിടെ സംസാരിക്കുന്നത്. എതിർ ക്രിസ്തു ഒരു കള്ളനാണ്. അവൻ ഈ ജനങ്ങളുമായി ഒരു നിയമം ഉണ്ടാക്കുകയും അത് ലംഘിക്കുകയും ചെയ്യും. വഞ്ചനയും അനീതിയുമുള്ള മനുഷ്യങ്കിൽ നിന്ന് എന്നെ വിടുവിക്കണമേ എന്ന്. അനീതിയും വഞ്ചനയുമുള്ള മനുഷ്യരിൽ നിന്ന് നമ്മെ വിടുവിക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കേണ്ടതാണ്. അങ്ങനെയുള്ളവർ നമ്മെ ഭരിക്കുവാനും നടത്തുവാനും നാം ആഗ്രഹിക്കുന്നില്ല. 2-ാം വാക്യം, നീ എൻ്റെ ശരണമായ ദൈവമല്ലോ, നീ എന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നത് എന്ത്? നീ എന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നതുമെന്ത്? ദൈവം നമ്മെ തള്ളിക്കളഞ്ഞു എന്ന ചിന്തയാണ് പലപ്പോഴും നമുക്കുള്ളതില്ലേ? സങ്കീർത്തനക്കാരൻ്റെ മനസ്സിൽ കൂടി കടന്നു പോകുന്നത് അതുതന്നെയാണ്. നീ എൻ്റെ ശരണമായ ദൈവമല്ലോ, എന്നിട്ടും ഞാൻ ശത്രുവിൻ്റെ ഉപദ്രവം മൂലം ദുഃഖിച്ച് നടക്കേണ്ടി വന്നതെന്ത് എന്ന് ചോദിക്കുന്നു. ദൈവമേ, നീ എന്തുകൊണ്ട് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചെന്നെ ശത്രുക്കളിൽ നിന്ന് വിടുവിക്കുന്നില്ല? ഇതാണ് ചോദ്യം. 3-ാം വാക്യം, നിന്റെ പ്രകാശവും സത്യവും അയച്ചു തരണമേ, അവ എന്നെ നടത്തുമാറാകട്ടെ. നിന്റെ വിശുദ്ധ പർവ്വതത്തിലേക്കും തിരുനിവാസത്തിലേക്കും അവ എന്നെ എത്തിക്കുമാറാകട്ടെ. നിന്റെ പ്രകാശവും സത്യവും അയച്ചു തരണമേ. എന്തിനു വേണ്ടിയാണ് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നത്? യേശു ഇപ്രകാരം പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുട്ടിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചത്തിൽ നടക്കും. വീണ്ടും ഇപ്രകാരം പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല എന്ന്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ പ്രസ്താവനകൾ അവൻ്റെ കേൾവിക്കാർ മറന്നിരുന്നില്ല. അവൻ വെളിച്ചവും സത്യവുമാകുന്നു എന്ന് അറിഞ്ഞാൽ അവൻ തങ്ങളെ വിടുവിക്കാൻ വന്ന മശിഹ ആകുന്നു എന്ന് അവർ അറിയുമായിരുന്നു. നിന്റെ വിശുദ്ധ പർവ്വതത്തിലേക്കും തിരുനിവാസത്തിലേക്കും അവ എന്നെ എത്തിക്കുമാറാകട്ടെ. സങ്കീർത്തനക്കാരൻ യെരുശലേമിലേക്ക് മടങ്ങിപ്പോകുവാൻ ആഗ്രഹിക്കുന്നു. അവിടെ ദേവാലയത്തിൽ ചെന്ന് ദൈവത്തെ ആരാധിക്കുന്നതിനും ദൈവത്തോട് ബന്ധപ്പെടുന്നതിനും അവൻ ആഗ്രഹിക്കുന്നു. 4-5 വാക്യങ്ങളിൽ, ഞാൻ ദൈവത്തിൻ്റെ പീഠത്തിങ്കലേക്ക്, എൻ്റെ പരമാനന്ദമായ ദൈവത്തിങ്കിലേക്ക് ചെല്ലും. ദൈവമേ, എൻ്റെ ദൈവമേ, കിന്നരം കൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കും. എൻ്റെ ആത്മാവെ, നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വെക്കുക. അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുകയും അവർ വളരെ കാലമായി പ്രതീക്ഷിക്കുന്ന അവരുടെ മശിഹ വരികയും ചെയ്യും. ആ സമയം യെഹെസ്കേലിൻ്റെ പ്രവചനം നിവൃത്തിയാകും. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും.
ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ചനുഷ്ഠിക്കും. ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്ത് നിങ്ങൾ പാർക്കും. നിങ്ങൾ എനിക്ക് ജനമായും ഞാൻ നിങ്ങൾക്ക് ദൈവമായും ഇരിക്കും. അതെ, ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എൻ്റെ ആത്മാവേ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വെക്കുക. ഒരു ദൈവ പൈതലിന് പ്രത്യാശ വെക്കുവാൻ ഒരേ ഒരു ഇടം മാത്രമേ ഉള്ളൂ, സർവശക്തനായ ദൈവത്തിൽ മാത്രം. പ്രത്യാശ പലപ്പോഴും എങ്ങനെ മുൻപോട്ട് പോകുമെന്നറിയാതെ പതറി നിൽക്കുമ്പോൾ നമുക്ക് നമ്മോട് തന്നെ പറയുവാൻ സാധിക്കുന്നത് അത് മാത്രമാണ്, ദൈവത്തിൽ പ്രത്യാശ വെക്കുക. ലോകം നമുക്ക് അനുകൂലമല്ല, പ്രതികൂലമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. എന്നാൽ അതിൻ്റെ മധ്യത്തിലും അനുകൂലമായ ഒരു ദൈവം ഉണ്ട് എന്നുള്ള ബോധത്തോടെ നമുക്ക് മുൻപോട്ട് പോകാം. ഇന്നത്തെ ഈ പഠനം നിങ്ങൾ ശ്രദ്ധിക്കുവാൻ കാണിച്ച താല്പര്യത്തിന് പ്രത്യേകം നന്ദി. നിങ്ങളുടെ സമയം വിലപ്പെട്ടതാണ്. എന്നിരുന്നാലും ഈ പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നുണ്ട് എന്നതിനാലാണല്ലോ വീണ്ടും വീണ്ടും നിങ്ങൾ ഇത് പഠിക്കുന്നത്. കൂടുതൽ പ്രയോജനപ്പെടുത്തുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അടുത്ത ക്ലാസ്സുമായി നാം ഇനിയും കാണുന്നത് വരെ ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളോടും എന്നോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.